യഥാർത്ഥത്തിൽ എന്താണ് ഈ മാന്ത്രികം? ദേവതമാരെ അയക്കുന്നതിനേക്കാളും വേഗത്തിൽ നമുക്ക് ഈ പ്രേതകലകളെ നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ നമുക്കൊരു ദേവതയോട് ആജ്ഞാപിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ പ്രേതത്തിന് വിടുന്നു എന്ന് പറഞ്ഞായാലും മൂർത്തിനെ വിടുന്നു എന്ന് പറഞ്ഞതായാലും നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഉപാസകൻ്റെ പ്രാണശക്തിയാണ്. അതുകൊണ്ടാണ് മന്ത്രവാദം പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം മന്ത്രവാദത്തിലൂടെ ഒരുത്തന്നെ നമ്മൾ നശിപ്പിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മന്ത്രവാദി അയാളുടെ പ്രാണശക്തിയാണ് ദുഷിപ്പിക്കുന്നത്. ഒരു ആത്മാവിനെ ഒരു മാന്ത്രികൻ എങ്ങനെയാണ് നിയന്ത്രിച്ച് മറ്റൊരാൾക്ക് ക്ഷതമുണ്ടാക്കാൻ വേണ്ടി അയക്കാൻ കഴിയുന്നത്? അവിടെ തന്നെ ഈ യക്ഷി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളൊരു ദേവനെ നമ്മൾ ഇങ്ങനെ സേവ മുതലായ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വശംവദനായി വെച്ചതിന് ശേഷം നമ്മുടെ അഭീഷ്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ചിന്തയോ മാത്രമാണോ അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ശക്തിയുണ്ടോ? ബ്ലാക്ക് മാജിക്ക് ഇന്ന് നിലനിൽക്കുന്നതാണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് മാജിക്കിന് ഡിമാൻഡ് കൂടി വരികയാണ്. ഇപ്പോൾ ബ്ലാക്ക് മാജിക്ക് അതുപോലെ തന്നെ വൈറ്റ് മാജിക്ക് ബൈബിളിനകത്ത് അങ്ങനെയുണ്ട്. ഖുറാനകത്ത് ഇവർക്ക് സുലൈമാൻ ആണ്, സുലൈമാൻ നബിയാണ് ഇത്. ഖുറാനിലെങ്കിൽ ഇവർക്കിത് സോളമനാണ്. ചെർനുന്നോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ദേവതമാരെ, അതായത് അവരുടെ പൂർവികന്മാരെ, സായിപ്പന്മാരുടെയൊക്കെ പൂർവികന്മാരെ ആരാധിച്ചു കൊണ്ടിരുന്ന പല ദേവതമാരെയും വീണ്ടും അവർ ആരാധിച്ചു കൊണ്ടുവരുന്ന ഒരു മതത്തിന് അതീതമായിട്ട്. ചേട്ടാ, ഈ മാന്ത്രിക കർമ്മങ്ങൾ അപ്പോൾ അങ്ങത് ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെ അറിവ് വെച്ച് ഈ മാന്ത്രിക കർമ്മങ്ങൾ ഇന്ന് പല ആളുകളും ചെയ്യാറുണ്ട്. ഇപ്പോൾ പഴയ കാലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മന്ത്രവാദ കളങ്ങളാണെങ്കിലും അതിലേക്ക് വരുന്ന ആളുകളാണെങ്കിലും എന്ത് പ്രശ്നങ്ങളും മാറ്റാൻ കഴിയുന്നൊരു ശക്തി കേന്ദ്രമായിട്ടായിരുന്നു ഈ മാന്ത്രിക കളങ്ങളെ നോക്കിയിരുന്നത്. ഇന്ന് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഈ മാന്ത്രിക കേന്ദ്രങ്ങൾ മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മാന്ത്രികം? എങ്ങനെയാണ് അത് ഉപയോഗിക്കപ്രദമാകുന്നത്? മാന്ത്രികം അഥവാ മന്ത്രവാദം എന്ന് പറയുന്നത് തന്ത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. നമ്മൾ തന്ത്രം പൊതുവെ നമ്മൾ ഇങ്ങനെയുള്ള സാധനാ പദ്ധതികളിലൂടെ അനുഷ്ഠിച്ച് നമ്മൾ മോക്ഷത്തിലേക്ക് പോകണം, കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോകണം എന്ന് പറയുന്ന സമയത്ത് സിദ്ധിയെ ഒരു സൈഡാക്കിയിട്ടാണ് കാണുന്നത്. സിദ്ധിയല്ല തന്ത്രത്തിൽ പ്രധാനമായിട്ടുള്ള കാര്യം. സിദ്ധികൾ വന്നാൽ സിദ്ധിയെ ഭ്രമിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിൽ സിദ്ധികളിലേക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ മാന്ത്രികം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ തന്ത്രത്തിൽ ഉപാസനാ പ്രാധാന്യത്തിലാണ് തന്ത്രം പോകുന്നത് എന്ന് പറഞ്ഞാൽ സേവാ പ്രാധാന്യമാണ് കുറച്ചുകൂടി മാന്ത്രികത്തിലുള്ളത്. അപ്പോൾ ഈ ശാസ്ത്ര സംബന്ധമായിട്ട് നോക്കുന്ന സമയത്ത് സേവ വേറെ ഉപാസന വേറെ എന്നൊന്നും കാണാനില്ല. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണെങ്കിൽ പോലും ഈ മാന്ത്രികത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി സേവാ പ്രാധാന്യം. സേവ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ഉദ്ദേശത്തിൽ ഒരു ദേവതയെ പ്രീതിപ്പെടുത്തി കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ ദേവതയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ശരിക്കും സേവ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സേവയുടെ ചിട്ട ചിലപ്പോൾ നമ്മൾ ജീവിതകാലം മൊത്തം തുടരണം എന്നുള്ളതില്ല. ഇപ്പോൾ ചിലപ്പോൾ ഇത്ര വർഷത്തേക്ക്, ഇല്ലെങ്കിൽ ഞാൻ ആ സേവാ കാലയളവിൽ ഇത്രയും കഠിനമായ നിഷ്ഠയോടുകൂടി സേവിച്ചിട്ട് പിന്നെ ഒരു നിത്യേന ഒരു ചെറിയ അനുഷ്ഠാനം ചെയ്ത് കൊണ്ടുപോകുക, ഇങ്ങനെയൊക്കെ ആവാം. എന്നാൽ ഉപാസന അങ്ങനെയല്ല, നമ്മൾ ജീവിതാന്ത്യം വരെ കൊണ്ടുപോകേണ്ടുന്ന ഒരു രീതിയാണ് ഉപാസന എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ തന്ത്രത്തിൻ്റെ തന്നെ ഒരു താഴ്ന്നതല്ല, തന്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ ഈ മാന്ത്രികം എന്ന് പറയുന്നത് താഴ്ന്നു തന്നെയാണ്, സംശയമില്ല. സിദ്ധികളെ ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു ദേവനെ നമ്മൾ ഇങ്ങനെ സേവ മുതലായ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വശംവദനായി വെച്ചതിന് ശേഷം നമ്മുടെ അഭീഷ്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ മന്ത്രവാദം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ക്രിയയും വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ മന്ത്രവാദം തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് കച്ചവടത്തിന് അഭിവൃദ്ധി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ദേവന് വിളക്ക് കത്തിക്കുന്നത് പോലും ഒരു തരത്തിൽ സേവയാണ്. കാര്യം നമ്മൾ ദേവന് വിളക്ക് കത്തിക്കുന്നത് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടിയും ഗാഢമായിട്ട് വരുന്ന സമയത്ത് വിശാലമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കുറച്ചുകൂടിയും ചിട്ടകളും വട്ടങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പോകുന്നുണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് ഷഡ്കർമ്മങ്ങളെയാണ് പൊതുവേ നമ്മൾ പറയാറ്. അപ്പോൾ ഷഡ്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ശാന്തി, അതുപോലെ വശ്യം, സ്തംഭനം, വിദ്വേഷണം, മാരണം, ഉച്ചാടനം മുതലായിട്ടുള്ള 6 തരത്തിലുള്ള കർമ്മങ്ങളെയാണ് നമ്മൾ ഈ മാന്ത്രികം എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അതിൽ ശാന്തി കർമ്മം മാത്രമാണ് പൊതുവെ ചെയ്യാം എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ഷഡ്കർമ്മ സിദ്ധി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഉപാസനാ കാലയളവിൽ അവൻ ഇതുപോലെ സിദ്ധികൾ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവനോട് ശത്രുതാ മനോഭാവം വന്നാൽ ആ ദേവൻ്റെ അനുഗ്രഹത്താൽ തന്നെ അവിടെ മാരണം എന്നോ ഉച്ചാടനം എന്ന് പറയുന്ന സിദ്ധി അവിടെ വർക്ക് ചെയ്യുകയും ആ ശത്രുതാ മനോഭാവത്തെ അവിടെ നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സ്വാത്വികമായിട്ടുള്ള കാര്യത്തിൽ നടക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണത് മന്ത്രവാദമാകുന്നത്. ഈ ഭിന്നഭൈരവി എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. പൊതുവെ ഭിന്നഭൈരവി മന്ത്രാർച്ചനയൊക്കെ ചില ക്ഷേത്രങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇത് നിലവിൽ ഉപയോഗിക്കുന്നത് 2 വ്യക്തികൾ തമ്മിൽ
വിദ്വേഷണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ ഒരു സ്നേഹബന്ധമോ ഇല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രാക്റ്റോ വിട്ടിട്ട് അവർ രണ്ടാവാൻ വേണ്ടി, രണ്ട് വഴിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഭിന്നവൈരവ് ഉപയോഗിക്കുന്നത്. പക്ഷേ തന്ത്രത്തിൽ പലപ്പോഴും ഭിന്നവൈരവ് ഉപയോഗിച്ച് കാണുന്നത് നമ്മൾ ഉപാസന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഷഡ്വൈരികൾ മുതലായ കാര്യങ്ങൾ, കാമക്രോധാദി വികാരങ്ങൾ ഇല്ലെങ്കിൽ ഉപാസനയ്ക്ക് പ്രതിബന്ധമാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മളിൽ നിന്ന് ഛിന്നഭിന്നമായി നമ്മളിൽ നിന്ന് ഉപാസനയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ് ശരിക്കും തന്ത്രത്തിൽ ഈ മന്ത്രം ഉപയോഗിക്കുന്നതെങ്കിൽ അത് ശരിക്കും മന്ത്രവാദം എന്ന് പറയുന്ന പ്രയോഗവശത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ട് വ്യക്തികളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മന്ത്രവാദത്തിൻ്റെ ഒരു പ്രയോഗത്തിൻ്റെ തന്ത്രവും മന്ത്രവാദത്തിൻ്റെ പ്രയോഗ വ്യത്യാസവും. ഈ മാന്ത്രികത്തിൽ തന്നെ പലപ്പോഴും ഈ ആത്മാക്കളെ അങ്ങോട്ട് അയച്ച് നശിപ്പിക്കുന്ന രീതികളൊക്കെ കണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു വരുന്നുണ്ട്. അതെങ്ങനെയാണ് ഒരു ആത്മാവിനെ ഒരു മാന്ത്രികൻ എങ്ങനെയാണ് നിയന്ത്രിച്ച് മറ്റൊരാൾക്ക് ക്ഷതമുണ്ടാക്കാൻ വേണ്ടി അയക്കാൻ കഴിയുന്നത്? അവിടെ തന്നെ ഈ യക്ഷി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ ആത്മാക്കളെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ശബരവിധാനത്തിലേക്കാണ്. ഈ ശബരവിധാനത്തിൻ്റെ കേരളീയമായിട്ടുള്ള ഒരു രീതിയാണ് ഈ കടമറ്റം എന്ന് പറയുന്നത്. മലവാരം, മലസമ്പ്രദായം, നാട്ടാചാരം എന്നൊക്കെ പറയുന്നത് ശബരവിധാനത്തിൻ്റെ കേരളീയ രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് പൊതുവെ ഈ എന്തുകൊണ്ട് പ്രേതത്തിന് വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂർത്തികളെക്കാളും വേഗം സിദ്ധിയാവും. ഈ നമ്മുടെ നാട്ടിൽ പതി എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഈ പതികർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലവും ധർമ്മദേവതാ സ്ഥലവും നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ധർമ്മദേവത എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട് ആരാധിക്കുന്ന ദേവതയാണെന്നുണ്ടെങ്കിൽ ഈ ധർമ്മദേവതാ ആരാധന പോലെ തന്നെയാണ് നമുക്ക് പതിയും തോന്നുക. പക്ഷേ പതിയിൽ ആരാധിക്കുന്നത് മിക്കവാറും മന്ത്രവാദ സംബന്ധമായിട്ടുള്ള കരുക്കളാണ്. ഈ കരുക്കളിൽ ഭൂരിഭാഗവും ഇതുപോലെ പ്രേതകലകളാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ദേവതമാരെ അയക്കുന്നതിനേക്കാളും വേഗത്തിൽ നമുക്ക് ഈ പ്രേതകലകളെ നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ നമുക്കൊരു ദേവതയോട് ആജ്ഞാപിക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ ഈ പ്രേതങ്ങളോട് കൂടിയിട്ട് നമുക്കൊരു കോൺട്രാക്ട് ചെയ്തിട്ട് അവരെ നമുക്ക് അയച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ ആത്മാക്കളാണോ അതോ അല്ലെങ്കിൽ അത് ഒരു കലകൾ മാത്രമാണോ? ഇപ്പോൾ ആത്മാക്കളാണോ എന്ന് ചോദിക്കുമ്പോൾ പലരും തമാശയ്ക്ക് ചോദിക്കാറുണ്ട്, കേരളത്തിൽ ഇത്രത്തോളം ആത്മാക്കൾ എവിടെ കിടക്കുന്നതെന്ന്. അപ്പോൾ ഇത് വെറും കലകൾ മാത്രമാണോ, അതോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെറും ഒരു ശക്തിയോ അല്ലെങ്കിൽ ഒരു ചിന്തയോ മാത്രമാണോ, അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ശക്തിയുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് നമ്മളൊരു കർമ്മത്തിൽ, ഇപ്പോൾ ഷഡ്കർമ്മ ആയാലും, ഇപ്പോൾ നമ്മൾ പ്രേതത്തിന് വിടുന്നു എന്ന് പറഞ്ഞായാലും മൂർത്തിന് വിടുന്നു എന്ന് പറഞ്ഞതായാലും നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഉപാസകൻ്റെ പ്രാണശക്തിയാണ്. അതുകൊണ്ടാണ് മന്ത്രവാദം പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം മന്ത്രവാദത്തിലൂടെ ഒരുത്തന്നെ നമ്മൾ നശിപ്പിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മന്ത്രവാദി അയാളുടെ പ്രാണശക്തിയാണ് ദുഷിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ സാധനയിലൂടെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നതായിരിക്കുന്ന ആ പ്രാണശക്തിയെ മറ്റൊരാൾക്ക് എതിരാവുന്ന തരത്തിൽ, അവന് ഉപദ്രവമാവുന്ന തരത്തിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രാണശക്തി അവിടെ ദുഷിക്കാനായിട്ട് കാരണമാവും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പോയി പണിയെടുത്തിട്ട് വരുന്നത് ഒരു മൂർത്തിയല്ല, ഒരു പ്രേതമല്ല, മറിച്ച് അവനവൻ്റെ പ്രാണശക്തിയാണ് പോയിട്ട് ദുഷിച്ച് വരുന്നത്. അപ്പോൾ ഇപ്പം ഈ ഭഗവതി ദേവി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉയർന്ന ഒരു ഇൻ്റലിജൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടി താഴ്ന്ന ലെവലിലുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് വേഗം സിദ്ധിയാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെ തന്നെയാണ് പലരും ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ഇന്നും നിലനിൽക്കുന്ന ഒന്നാണോ? ബ്ലാക്ക് മാജിക്ക് ഇന്നും നിലനിൽക്കുന്നതാണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് മാജിക്കിന് ഡിമാൻഡ് കൂടി വരികയാണ്. ഇപ്പോൾ ബ്ലാക്ക് മാജിക്ക് അതുപോലെ തന്നെ വൈറ്റ് മാജിക്ക്, ഇതിന് രണ്ടിനും മധ്യവർത്തിയായിട്ടുള്ള വേറൊരു പാത എന്നൊക്കെ പറയുന്നത് ലോകത്ത് മൊത്തം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പം നമ്മൾ ചിന്തിക്കാത്ത ആളുകൾ വരെയും ഈ പറഞ്ഞ പോലെ ഈ മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ചാത്തനോ അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ ചാത്തസേവാമഠങ്ങളിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലാതെ ഈ പതിമൂർത്തികളെ കൊണ്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി എന്നല്ല നമ്മൾ മഹാവിദ്യ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ദേവതന്മാരെ കൊണ്ടുവരെയും മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടെന്നിരിക്കുക ഇതര ദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് സാന്റാ മോർട്ടെ അങ്ങനെയൊക്കെയുള്ള പുത്തൻ ദേവതമാരെ വെച്ചിട്ട്, അതായത് മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാണശക്തിയാണ് ഉപയോഗിക്കുന്നത്, അതിനെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടൊരു മൂർത്തി രൂപം നമ്മൾ വെച്ച് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഉപയോഗിക്കുന്നത് ഏതിപ്പോൾ നമ്മൾ പാശ്ചാത്യ ലോകത്തായാലും നമ്മുടെ ലോകത്തായാലും ഉപയോഗിക്കുന്നത് ആ മന്ത്രവാദിയുടെ പ്രാണശക്തിയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂർത്തിനെ നമ്മളവിടെ സങ്കല്പിക്കുന്നു എന്ന് മാത്രം. ഈ പാശ്ചാത്യ ലോകത്തെ ഈ ബ്ലാക്ക് മാജിനെ പറ്റി ഒന്ന് പറയാമോ? പാശ്ചാത്യ ലോകത്തെ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ അനുദിനം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഈ സോളമൻ, ബൈബിളിലൊക്കെ പറയുന്ന സോളമൻ, അദ്ദേഹത്തിന് വിജാതീയരായിട്ടുള്ള ഒത്തിരി ഭാര്യമാരുണ്ടായിരുന്നു എന്നും ആ ഭാര്യമാരിൽ നിന്നൊക്കെ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ യഹൂദന്മാർക്ക് നിരക്കാത്ത അല്ലെങ്കിൽ യഹോവയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള വിദ്യകൾ പഠിച്ചു, അദ്ദേഹം അത് ഉപയോഗിച്ചു എന്നൊക്കെ അതിനകത്ത്, അങ്ങനെ അദ്ദേഹം പതിതനായി എന്നൊക്കെ പറയുന്ന, ദൈവം പിന്നെ ക്ഷമിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ബൈബിളിനകത്തൊക്കെ ഉണ്ട്. ബൈബിളിനകത്ത് അങ്ങനെയുണ്ട്. ഖുറാനകത്ത് ഇവർക്ക് സുലൈമാൻ ആണ്,
സുലൈമാൻ നബിയാണ് ഇത് ഖുറാനിലെങ്കിൽ ഇവർക്കിത് സോളമനാണ്. അപ്പം ഈ സോളമനെ സംബന്ധിച്ചിടത്തോളം സോളമൻ്റെ നിക്സെ സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് തന്നെയുണ്ട്. അതുപോലെ തന്നെ സോളമൻ്റെ മന്ത്രവാദം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായക്കാർ അവരുടെ രീതിയിലും ക്രിസ്ത്യൻ സമുദായക്കാർ അല്ലെ ജൂതന്മാർ, ക്രിസ്ത്യൻ സമുദായക്കാരെന്നുള്ള ജൂതന്മാരുടെ രീതിയിൽ മറ്റൊരു വിധാനവും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്ന ഒരു മന്ത്രവാദ രീതിയെങ്കിൽ പോലും വൂഡു അങ്ങനെ തദ്ദേശീയമായിട്ടുള്ള ഓരോ സംസ്കാരങ്ങൾക്കും പ്രത്യേകം മന്ത്രവാദ ശാഖകളുണ്ട്. ഈ ആന്ത്രോപോളജിയുടെ ഒരു ഭാഗം തന്നെയാണ് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ, ആന്ത്രോപോളജി പഠിക്കുന്ന ഒരു ശാഖ തന്നെയാണ്. മിക്കവാറും സംസ്കാരങ്ങളിലൊക്കെ തന്നെ മന്ത്രവാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇതൊന്നും അല്ലാതെ ഇപ്പോൾ ഈജിപ്ഷ്യൻ മതം എന്നൊക്കെ പറയുന്നത് നിലവിലില്ല. ഈജിപ്ഷ്യൻ ദേവതമാരെ ആരാധിക്കുന്ന കാര്യങ്ങൾ നിലവിലില്ല. പക്ഷെ നമ്മൾ ഫേസ്ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ, ഇപ്പം നമ്മളെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ ഈജിപ്ഷ്യൻ ദേവതമാരെ കൊണ്ടുള്ള ഉപാസനകളും മാന്ത്രിക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഇങ്ങനെ വളരെ തീവ്രമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ആളുകൾ വിട്ടിട്ട് ആ പൂർവികരുടെ വഴിയെ പോയിട്ട് പലതരത്തിലുള്ള സെർനുന്നോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ദേവതമാരെ, അതായത് അവരുടെ പൂർവികന്മാരെ, സായിപ്പന്മാരുടെയൊക്കെ പൂർവികന്മാരെ ആരാധിച്ചു കൊണ്ടിരുന്ന പല ദേവതമാരെയും വീണ്ടും അവർ ആരാധിച്ചു കൊണ്ടുവരുന്ന ഒരു മതത്തിനതീതമായിട്ട് ആത്മീയത മാത്രമായിട്ട് ആരാധിച്ചു കൊണ്ടുവരുന്ന ഒരു രീതി ഇപ്പം നിലവിലുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ എന്താ പറയുക, ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നൊരു കാര്യം കൂടി ഇതിനൊപ്പം അവർ വളർന്നു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മാന്ത്രിക കുലങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴയ കാലത്ത് നിലനിന്ന പല മാന്ത്രിക കുലങ്ങളും ഇല്ലാതായിട്ടുണ്ട്, നശിച്ച് നാറാണക്കല്ലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാം ഉണ്ടാകും എന്ന് പറയുമ്പോഴും ഈ ദേവതകളെ എല്ലാം വെക്കുമ്പോഴും ഈ കുലം നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലഘട്ടത്തിലേ ഈ ദേവതമാരെ നമുക്ക് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഗുരുക്കന്മാരുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള വിദ്യകളുണ്ടാവും. ചില കുടുംബങ്ങൾക്ക് ചില ഗ്രന്ഥങ്ങൾ ഇത് ഒരു കാരണവശാലും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ടാവും. നമുക്ക് അവസാന കൈ എന്ന രീതിയിൽ പോലും നമ്മൾ ഇതെടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഇപ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കാരണവന്മാരുടെ ഉദ്ദേശശുദ്ധി ആവണം എന്നില്ല പിൽക്കാലത്തുള്ള തലമുറയ്ക്ക്. ഒരു കാലഘട്ടത്തിൽ ഈ കുടുംബദേവതമാരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രവാദം ചെയ്യുന്ന ഒരു രീതി വരെയും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഔന്നത്യം കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിൻ്റെ ഒരു പേർക്കായിരിക്കാം എങ്കിൽ പോലും ഈ ദേവതമാരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രവാദം ചെയ്ത് നശിക്കുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗുരുക്കന്മാരൊക്കെ വീണ്ടും അവതരിച്ചിട്ട് ഈ സമ്പ്രദായം ഇങ്ങനെയല്ല, ചില കാര്യങ്ങൾ വേണ്ട, ചില മൂർത്തികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ഈ സമ്പ്രദായം മോശമായിട്ടോ ദേവതമാർ മോശമായിട്ടോ ഉള്ളതല്ല, ഈ സമ്പ്രദായത്തെ പിൻപറ്റിയ ആൾക്കാർ, അതിനെ പരിശീലിച്ച ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ ചെയ്ത് സ്വയമേവ നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് കൊണ്ടിട്ടാണ് ആ പരമ്പരയിൽ തന്നെയുള്ള ആചാര്യന്മാർ വന്നിട്ട് പലപ്പോഴും ഇത് മാറ്റിയിട്ടുള്ളത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കാം. ഒരുപാട് നന്ദി.